എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചോറിനും കഞ്ഞിക്ക് അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ചമ്മന്തി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10 ചെറിയ നെല്ലിക്കയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല വലിപ്പമുള്ളതാണെങ്കിൽ ഒരു 8 എണ്ണമൊക്കെ എടുത്താലും മതിയാകും. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് നുറുക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. അതിലേക്ക് ഒരു 3 നല്ല എരിവുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന നെല്ലിക്കയുടെ പുളി അനുസരിച്ചിട്ടും മുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ടും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള ഒരു ചമ്മന്തിയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കുറച്ച് അധികമായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നെല്ലിക്കയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു 2 ട്രിപ്പായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് കേട്ടോ. ചെറിയ ജാറായതുകൊണ്ട് ഒന്നിച്ച് അരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ വലിയ ജാറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് അരച്ചെടുക്കാം നമുക്ക്. അപ്പോൾ അതാ നെല്ലിക്ക ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ചമ്മന്തി ഇതേപോലെ ആയിട്ട് കഴിക്കാം. അല്ല നിങ്ങൾക്ക് ഇതിനകത്തേക്ക് തേങ്ങ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. എപ്പോഴും നമ്മൾ ചമ്മന്തി തയ്യാറാക്കുമ്പോൾ നെല്ലിക്കയുടെ അളവ് കുറച്ച് കൂടി നിൽക്കുക, തേങ്ങയുടെ അളവ് കുറച്ച് കുറഞ്ഞ് നിന്നാലും ആയിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളമോ ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ എന്തായാലും നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ അതാ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പും എരിവൊക്കെ നല്ല പാകത്തിനാണ്. കുറച്ച് ഉപ്പും എരിവൊക്കെ കുറച്ച് മുന്നിട്ട് നിന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ തേങ്ങ ചേർക്കാതെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് കൂടുതലും തേങ്ങ ചേർക്കാതെ കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ചൂട് കഞ്ഞിയുടെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്